ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്ന സലീം. യെസ്, തംബ്ലൈൻ കണ്ടതുപോലെ തന്നെയാട്ടോ ഈ ഒരു വീഡിയോ. മതം തിന്ന് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് പറ. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. ഞാൻ കുറച്ചൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഷോപ്പിംഗ് വ്ളോഗാണ് ശരിക്കും ഇത്. അപ്പം എനിക്ക് തോന്നി നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സ്റ്റേണായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നും മടിക്കാതെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഹായ് ഹലോ. ദേ ജസ്ന വീണ്ടും ദീനിയായി. അങ്ങനെയാണല്ലോ നിങ്ങളോട് പറയേണ്ടത്. അയ്യോ എമ്മാതിരി വെയിൽ. അപ്പോൾ കോഴിക്കോട് പോവാണ്. ഒരു ധാവണി സെറ്റ് മേടിക്കണം, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോയിട്ട് നോക്കട്ടെ ഏതാണ്. ഇന്നിപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തിരക്കായിരിക്കും റോട്ടുമ്മൽ മുഴുവനും. എന്നാലും ഒന്ന് പോയി നോക്കിയേക്കാം. പിന്നെ എനിക്ക് കൂടില്ല. എനിക്ക് വേറൊരു കാര്യത്തിന് മലബാർ ഗോൾഡിലും പോവേണ്ടതുണ്ടായിരുന്നു. അത് പിന്നെ നാളേക്ക് മാറ്റി വെച്ചു. നാളെയും പോകാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കോഴിക്കോട് പോവാം. അപ്പം എല്ലാവരും അറിഞ്ഞല്ലോ, നമ്മളമ്മായിക്ക് വെറും 6 വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. അമ്മായിക്കത് ഷോക്കായിപ്പോയി. 6 വോട്ട് കിട്ടിയല്ലോ അത്രയും മല കയറിയത് കൊണ്ട്. എന്തായി, ഒന്നമ്മായിൻ്റെ ബാക്കി 5 എണ്ണം അമ്മായിൻ്റെ കൂടെ നടക്കുന്നുവല്ലോ. എന്താ അല്ലേ, പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ. ഇപ്പം മനസ്സിലായില്ലേ കപടഭക്ത ആരാണ് എന്നുള്ളത്. യഥാർത്ഥ ഭക്ത അവളായിരുന്നെങ്കിൽ അവളെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടേനെ. അത് കേൾക്കാതിരിക്കൂലോ. അപ്പോൾ ആ പ്രാർത്ഥന കേട്ടിട്ടില്ലെങ്കിൽ കപടഭക്ത ആരാണെന്നുള്ളത് വ്യക്തമായും ശാക്തമായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നും എനിക്ക് വീഡിയോ എടുത്ത് തരാൻ എൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തനിയാണ് എടുക്കുന്നത്. അപ്പം ഏത് ഡ്രസ്സ്, എങ്ങനെ ഡ്രസ്സ് എന്നുള്ളതൊക്കെ കാണാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഒരു മിനിറ്റ്, എന്നോടൊരു സാധനം എടുക്കാൻ മറന്നു പോയെന്ന് ഡൗട്ട്. ഞാൻ മക്കളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് വിളിക്കാവേ. ഞാൻ വീണ്ടും വന്നു. വെയിലുകൊണ്ട് ഇരുടായിട്ടാണ് കാണുന്നത്. ഇയാൾ നേരത്തെ ഞാനാട്ട് പോകുമ്പോൾ അങ്ങോട്ട് വയ്ക്കി, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വയ്ക്കും. അയാൾ വിചാരിക്കും എനിക്കെന്താ വല്ല അസുഖമുണ്ടോ, നിങ്ങളറിയോ അപ്പം അസുഖം ഉണ്ട് എന്നറിയും. അപ്പോൾ എന്താ വെച്ചാൽ ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാശ്, പണം, ദുഡ്, മണി മോൻ്റെ കയ്യിലായിരുന്നു. പിന്നെ അവനെ വിളിച്ചു വരുത്തി അത് വാങ്ങി. വണ്ടിക്ക് പൈസ കൊടുക്കണ്ടേ, ഗൂഗിൾ പേ ചെയ്യാന്ന് പറയുന്നത്. ചില ബസ്സിലെ കണ്ടക്ടർമാർ വയസ്സന്മാരായിരിക്കും. അവർക്ക് ഗൂഗിൾ പേ എന്തെത്താന്ന് അറിയ പോലും ഇല്ലാത്തവരുണ്ട്. ആ ഭയങ്കരം തന്നെ കേട്ടോ. അപ്പം ഞാൻ കിടന്ന് പെടാപ്പാട് പെടണം. അതിനെക്കാട്ടും നല്ല പൈസയും കൊണ്ട് പോകണതല്ലേ. അന്ന് പോകുന്നത് എന്താ വെച്ചാൽ ഒരു ധാവണി സെറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉള്ളത് 2 എണ്ണമുള്ളത് 2 എണ്ണം ഞാനിട്ട്. ഇനി ഒരു സ്കേർട്ടും ടോപ്പും ഉണ്ട്. പിന്നെ കിർമസ് വരുന്നുണ്ടല്ലോ. കിർമസ് എന്താന്ന് ഇനിയിപ്പോൾ അവൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടാന്ന് പറയൂ. അടുത്ത ക്രിസ്മസിൻ്റെ അന്നേക്ക്
മേടിച്ചൊരു റെഡ് ഗൗണും ഉണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ എൻ്റെ കയ്യിൽ കോസ്റ്റ്യൂം ഇല്ല. അതാണ് ഒന്നാമത് പോയി വെക്കാമല്ലോ എന്ന് വിചാരിച്ചത്. എന്ത് വെയിലാ എൻ്റെ പടച്ചോനേ. പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല. അയ്യോ കോട ഇതിലില്ല. ലിപ്സ്റ്റിക്കാണ് കാക്ക കഴിഞ്ഞ ദിവസം കൊടുത്തുവിട്ട്. കോട എടുത്ത് വെച്ചിട്ടില്ല ഗൈസ്. ശരാ ഒന്നുമില്ല. എന്നാൽ ഞാൻ പിന്നെ സ്പീഡിൽ നടക്കട്ടെ. ഇനി ഇങ്ങനെ നടന്നാൽ വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം എന്നൊക്കെ പറയണമെന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോസോട് കാണിക്കണ്ടേ, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഞാൻ ഏതായാലും സ്പീഡിൽ നടക്കട്ടെ കേട്ടോ. ബസ്സിൽ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പം തീരെ കിടക്കുന്ന ഒടുക്കമത്തെ ബ്ലോക്ക് ജയിച്ച ആൾക്കാരുടെ എന്താ പറയുക സന്തോഷ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് പിന്നീട് ബസ്സിൽ നിന്ന് മുമ്പോട്ട് പോയത് കേട്ടോ. ഈ ഒരു ബ്ലോക്ക് കുടുങ്ങിയതേ ഉള്ളൂ കേട്ടോ. പിന്നീട് എവിടുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എവിടെയും ബ്ലോക്ക് കുടുങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എല്ലാ പരിപാടികളും അവസാനിച്ച് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും ഓരോന്ന് തുടങ്ങി വരുന്നേ ഉള്ളായിരുന്നു. ആകെ കിട്ടിയൊരു ബ്ലോക്ക് ഇത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി സംഗീതിലേക്ക് നടക്കുക. ബസ് കയറിയ പാടിക്ക് തന്നെ ഡ്രൈവർ ഒരൊറ്റ എടുക്കൽ. ഞാൻ വിചാരിച്ചു ഞാൻ താഴെ പോയിന്ന്. എൻ്റെ പല്ലും മൂക്കും ഒക്കെ അവിടെ താഴേന്ന് പെറുക്കി മറ്റേ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. ഞാൻ നേരെ 2 മുതലാളിമാരുള്ളത്. മുതലാളിമാരെ 2 ആളെയും വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. ബസ്സിൽ പാസഞ്ചർ കയറുന്നതിൻ്റെ അടുത്ത് വണ്ടി എടുത്തു എന്ന് പറഞ്ഞ് 2 പേരും എന്നെ അറിയുന്ന കേട്ടോ. എൻ്റെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന. നമ്മൾ സ്വർഗത്ത് പോകണ്ടേ, അപ്പോൾ തട്ടടുന്നല്ലേ നല്ലത്. അപ്പോൾ അവരെന്താണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുതല്ലോ. ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളെ സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് മലബാർ ഗോൾഡിൽ ഒന്ന് കയറണം. അപ്പോൾ മലബാറും സംഗീതും അടുത്തടുത്താണ്. ഇലക്ഷൻ്റെ പിന്നെ ആഘോഷങ്ങൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. ഫോണും പിടിച്ചിങ്ങനെ സംസാരിച്ച് പോകാനും വേണ്ടേ ഒരു ഗട്ട്സ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സമ്മലായിരുന്നു ഫോണും പിടിച്ചിട്ട് സംസാരിച്ച് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ശീലമായി. പിന്നെ അതേ ഹെഡ്സെറ്റ് ചെവിയിലും ഉണ്ട്. ആരെയും കണ്ടാൽ കഴിഞ്ഞ് ഞാൻ ആരോടാ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയുള്ളത്. അങ്ങനെ ചിന്തിച്ചോട്ടെ ഓല്. അല്ലാതെ ഇപ്പം എനിക്ക് പോലപ്പോൾ തിരുത്താൻ പറ്റൂലോ. അങ്ങനെയാണ്. പിന്നെ സംഗീതിലെത്തിയിട്ടുണ്ട്. അവിടെ ക്രിസ്മസിന് എന്തൊക്കെയോ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ട് പോയി നോക്കട്ടെ. ക്രിസ്മസിനുള്ള കോസ്റ്റ്യൂമൊക്കെ ഞാൻ മേടിച്ചതാണ്. എന്നാലും ഒന്ന് പർച്ചേസ് ചെറിയ ഒന്ന് കറങ്ങി നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ ഏതായാലും വന്നതല്ലേ. ക്രിസ്മസ് അപ്പൂപ്പൻ ട്രീയും ഒക്കെ ഉണ്ട്.
കുർത്തി ഫസ്റ്റ് തുടങ്ങിയിട്ട് എന്താ വന്നില്ല. എന്നോട് മെനിയാന്ന് വന്നില്ല, ഞാൻ ഭയങ്കര അറിഞ്ഞിരുന്നു. അങ്ങനെ ദേ ഷോപ്പിലെത്തി ഓരോ ധാവണികളും ഇട്ട് നോക്കി തുടങ്ങിയിട്ടോ. ഒക്കെ ധാവണിയാണ് കേട്ടോ നോക്കിയത്. എനിക്ക് ധാവണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, ഇതൊരു പാവാടയും കുപ്പായവും നോക്കിയതാണ്. ഈ നെക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ, എന്താണെന്ന് എനിക്കും അവിടുത്തെ സ്റ്റാഫിനും മനസ്സിലാവുന്നില്ല. പിന്നെ ഇത് ക്യാൻസൽ ചെയ്ത് പിന്നെ ഈ ഒരു ധാവണി ഇട്ട് നോക്കി. ഇനി ഞാൻ പറഞ്ഞല്ലോ ധാവണിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. പിന്നെ ഇട്ട് നോക്കിയ ധാവണി ഇതേ ഇതാണ്. ഇത് ക്ലോത്തൊക്കെ നല്ലതാണ്, പക്ഷേ അടിയിൽ മറ്റേ എന്താ പറയുക നേലടിക്കുന്നുണ്ട്. പിന്നെ ഇട്ട ധാവണി ഇതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇട്ട ധാവണി ഇതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഞാൻ മേടിച്ചത് എന്നുള്ളത് അറിയണ്ടേ? വരൂ കാണിച്ചു തരാം. വരൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സമയത്ത് എന്നോട് ഒരു കാര്യം വിട്ടുപോയി. വീട്ടിലെത്തിയില്ല. വീട്ടിലെത്തിയിട്ടല്ലേ കാണിക്കണ്ടേ. ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ മലബാറിലേക്കാണ് കേട്ടോ പോയത്. എല്ലാവരും പറയുന്ന എനിക്ക് എന്തോ ക്ഷീണമുണ്ട്, ഇന്നലെ ട്രാവൽ ചെയ്തോണ്ടായിരിക്കും. സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുള്ള വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ നേരെ മലബാർ ഗോൾഡിലൊന്ന് അടുത്ത് കയറട്ടെ. അവിടുന്ന് 1-2 സാധനം നോക്കാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അന്ന് നോക്കിക്കാളട്ടെ കേട്ടോ. അങ്ങനെ മലബാറിൽ വന്ന് കരിങ്കാലിമാല നോക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് 1-2 കമ്മലൂടി നോക്കണം, ഇതിൻ്റെ ബാലൻസ് ആയിട്ട്. അതുകൂടി ഒന്ന് നോക്കിക്കാളട്ടെ കേട്ടോ. എടേ ഹായ്, ഹലോ ഹായ് അഖിൽ. എടാ എനിക്ക് ചെറിയ സ്റ്റഡ് ആക്കിയിടാൻ പറ്റിയ കമ്മൽ ഒരു 2 കമ്മൽ ബാലൻസ് ഉണ്ട് എനിക്ക്. അതൊരു വാങ്ങിക്കാനാണ് ഇഷ്ടം. നോക്കട്ടെ ഉണ്ടോ. അങ്ങനെ ദേ ഇതാണ് കരിങ്കാലി മാല. പലയിടത്തും ഡ്യൂപ്ലിക്കേറ്റാണ് ഇറങ്ങുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മലബാറിലൊക്കെ ആകുമ്പം അവരൊന്നും പറ്റിക്കില്ലല്ലോ. അപ്പോൾ സെയിൽസ്മാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ലെങ്ത്ത് എത്രയാണ് എന്നുള്ളത് കാണിച്ചു തരാനിട്ട് കാണിച്ചു തരിക കേട്ടോ. അപ്പം മലബാറിൽ നിന്നും നമ്മളെ പറ്റിക്കപ്പെടൂലാലോ എന്നുള്ളത് കൊണ്ട് മലബാറിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന് കരുതിയിട്ട് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ മലബാറിൽ പോയത്. എന്തൊരു ഫിനിഷിംഗ് ആണെന്നറിയോ, എന്തൊരു ഭംഗി. അത് ഇട്ടാൽ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലേ. എനിക്കൊന്ന് മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കമ്മലുകളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം സെക്കൻഡ് സ്റ്റഡ് കുത്തിയതിൽ 2-3 ബാലൻസ് മാറ്റാനുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയതാണ്. പക്ഷേ അവിടെ എവിടെയും പുതിയതായിട്ടൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എത്തിയതിന് ശേഷം ഇനി മാറ്റാമെന്ന് വിചാരിച്ചു. ഇവിടെ സെക്യൂരിറ്റി ഇല്ലേ? ഇവിടെ സെക്യൂരിറ്റി ഇല്ല. താങ്ക് യു. ഇനി ഉള്ളിൽ കയറുമ്പം നമ്മുടെ ഡ്രസ്സ് അവിടെ വെച്ചതായിരുന്നു. ഇനി നേരെ ബസ് കയറണം, വീട് പിടിക്കണം. ദാറ്റ്സ് ഓൾ. മലബാർ ബാക്കിയൊക്കെ ഒരുമിച്ച് മേടിക്കാം. ഗൈസ്, എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. ഇന്നും കോഴിക്കോട് പോയ സമയത്ത് സ്റ്റാൻഡ് മേടിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ഇന്നും കോഴിക്കോട് പോയിട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് മേടിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് മറന്നു പോയതാട്ടോ ഗൈസ് സ്റ്റാൻഡ് മേടിക്കാൻ. അപ്പോൾ ഒപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ, അതൊന്ന് കാണിച്ച് തരാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആട്ടോ, കാണാതെ പോകരുതേ. 4 സെറ്റ് ധാവണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്കേർട്ട്.
ഇതാണ് സ്കേർട്ട്. ഇതാണ് താഴെ ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ട്. പിങ്ക് കളർ, പിങ്ക് എന്നോ റോസ് എന്നൊക്കെ പറയാം. പിങ്ക് ആൻഡ് വയലറ്റ് കളർ കോമ്പിനേഷനാണ്. അതിനൊരു ദുപ്പട്ട വരുന്നത് 2 കളറിലായിട്ടാണ്. വയലറ്റും ഇതും. നമ്മുടെ സാരി ഉണ്ടല്ലോ, പട്ട് സാരീൻ്റെയൊക്കെ ഒരു ഫീലില്ലേ, അതുകൊണ്ട് എടുത്തതാണ്. എല്ലാം ഒരേ മോഡൽ വേണ്ടാന്ന് വിചാരിച്ച് ദുപ്പട്ടമ്മൽ ഒരു വെറൈറ്റി കണ്ട സമയത്ത് അത് എടുത്തതാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുന്നത് വയലറ്റ് കളർ ബ്ലൗസാട്ടോ വരുന്നത്. അപ്പോൾ ഒന്ന് കണ്ടല്ലോ. ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഏതാ എടുത്തതെന്ന് വെച്ചാൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എടുക്കണോ വേണ്ടയോ എന്ന് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ട് എടുത്തൊരു ഡ്രസ്സാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഗ്രീൻ കളർ കണ്ടോ, ഇതും ഇതിൻ്റെ ഷാളും തമ്മിൽ കുറച്ച് കളർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളറും എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ കളർ എൻ്റെ കയ്യിലില്ല. ഇതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ നല്ല ചേർച്ചയുണ്ട്. അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഷാള് വന്നിരിക്കുന്നത് കുറച്ചൊരു കളർ വ്യത്യാസമുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 2 എണ്ണം കണ്ടല്ലോ. ഇനിയും 2 എണ്ണം കൂടിയാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതും എനിക്ക് ഇല്ലാത്തൊരു കളർ ആയതുകൊണ്ട് മാത്രം എടുത്ത ഒരു സെറ്റാട്ടോ. ഈ ഒരു കളറ് എനിക്ക് ഇല്ല, അതുകൊണ്ട് എടുത്തതാണ്. ഇതിൻ്റെ താഴെയായിട്ട് ബോർഡറിൽ ഒരു ഗോൾഡൻ കളറും പിങ്കോ റോസോ വയലറ്റോ അങ്ങനെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു കളറും എനിക്കില്ല, അതുകൊണ്ട് ഈ ഒരു കളറ് ധാവണി എടുത്ത്. എല്ലാ ധാവണി കേട്ടോ എടുത്ത്. അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ധാവണി എടുക്കുന്നതാണല്ലോ ഭംഗി ഉണ്ടാവുക. സെയിം ബ്ലൗസ് അതേപോലെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും ബ്ലൗസ് അതേപോലെയാണ്. പഫ് സ്ലീവ് ഉള്ളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതില്ല, അതുകൊണ്ട് എടുത്തില്ല. ഇതിന് വരുന്നത് ഒരു വൈറ്റ് കളർ ഷാളാട്ടോ വരുന്നത്. ഷാളിന് ലെങ്ത്തൊക്കെ ഉണ്ട്, ഒന്നിനങ്ങാണ്ട് ലെങ്ത്ത് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി 4ാമത്തത് കാണണ്ടേ. 4ാമത്തതാണ് കാണേണ്ടത് ഗൈസ്. ഈ കളറും എനിക്ക് വലിങ്ങനെ ഇല്ലാത്തതാണ്. ഈ ഒരു മോഡൽ എനിക്കില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇതാണ് വരുന്നത്. ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതിൻ്റെ ബ്ലൗസും സെയിം അങ്ങനെയാണ്. എല്ലാം ഇത്ര കൈയാട്ടോ വരുന്നത്. മുക്കാലും അല്ല അരയല്ലാത്ത രീതിയിലാണ് കൈ വരുന്നത്. എനിക്ക് ഈ ഒരു കൈ ഇപ്പോഴാട്ടോ മോഡലായത്. പണ്ട് ഞാൻ എൻ്റെ വിവാഹത്തിൻ്റെ മുമ്പ് എൻ്റെ ഡ്രസ്സിൻ്റെ കൈയൊക്കെ ഇത്രയും മുട്ട് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകളൊരിക്കൽ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഓളോട് ഫുൾ കൈ ഇടാൻ പറ, അല്ലെങ്കിൽ മുക്കാ കൈ ഇടാൻ പറ. ഇതൊന്നും അല്ലാതെ ഈ നടുക്ക് വെച്ചിട്ടുള്ള ഇടലൊന്നും ഒഴിവാക്കാൻ പറയുമെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ഇത്. അതിൻ്റെ ഷാളാണ് ഇത്. ഡബിൾ ഷെയ്ഡായിട്ട് നമുക്ക് ഇടാം. ഇങ്ങനെയും ഇടാം, ഇത് ഈ ഒരു രീതിയിലും ഇടാം, ഈ ഒരു ബ്ലൂ കളറാക്കിയിട്ടും ഇടാം. 2 മോഡലിലും ഇടാം കേട്ടോ. അപ്പം മൊത്തം 4 ധാവണിയാണ് ഞാനിന്ന് മേടിച്ചിരിക്കുന്നത്. എവിടേക്കാണ് ഇടുക, എങ്ങനെയാണ് ഇടുക എന്നൊന്നും പറയാൻ പറ്റില്ല. എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടണം, അതാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സ്പെഷ്യൽ വീഡിയോ വരാണ്ട് വെയിറ്റ് ചെയ്യ്. അത് പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നതിന് ശേഷമാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ധാവണിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ധാവണിയാണ്, ഏത് കളർ കോമ്പിനേഷനാണ് ഇഷ്ടമായത് എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പം ഇട്ട് ഇല്ലാനും എന്നാലും അപ്പം. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.